അഭിഷേക മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വചനഭാഗം. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. അവർ നാശകരമായ ദുരുപദേശങ്ങളെ രഹസ്യമായി ഉപദേശിച്ചുകൊണ്ട് തങ്ങളെ വിലയ്ക്കു വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. ഇവിടെ പത്രോസ് പറയുകയാണ്, കള്ളപ്രവാചകന്മാർ മുഖാന്തരം പ്രവചനം ദൈവത്തിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കർത്താവ് ഇടയാക്കി. പരിശുദ്ധാത്മാ നിയോഗപ്രകാരമാണ് അത് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറയുകയാണ്. ആരാണ് കള്ളപ്രവാചകന്മാര്? യേശു ജഡ അവതാരം സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ വഹിച്ച് കാൽവരി ക്രൂശിൽ കയറി നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് യേശു മരിച്ച് അടക്കം ചെയ്ത് ഉയർത്ത് ഇന്ന് പിതാവിന്റെ അടുക്കിലേക്ക് കടന്നുപോയി എന്ന് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. യേശു ആരാണ്? യേശു ദൈവമാണ്. യേശു മനുഷ്യനായിട്ടാണ് ലോകത്തിലേക്ക് വന്നത്. യേശു ദൈവമായിട്ടാണ്, ദൈവത്തിന്റെ ആലോചനയാണ് മുഴുവൻ നമ്മോട് പറഞ്ഞത്. യേശു പറയാണ്, ഞാൻ എൻ്റെ സ്വന്തമായതൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പിതാവ് എന്നോട് പറഞ്ഞത് മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നിൽ ഒന്നാകേണ്ടതിനാണ് ഞാൻ ഈ വചനം നിങ്ങളോട് പറയുന്നതെന്നാണ് അവിടുന്ന് പറയാൻ ഇടവന്നത്. കള്ളപ്രവാചകന്മാർ കയറിയാൽ എന്തു ചെയ്യും? യേശു ദൈവമല്ലെന്ന് പറയും. യേശു ഒരു പ്രവാചകനാണെന്ന് പറയും. യേശു ഒരു മനുഷ്യനാണെന്ന് പറയും. ദൈവം ഒരാൾ മാത്രമാണ്, യേശു ദൈവമല്ല എന്ന് അവർ പറയും. എന്നാൽ യേശു ആരാണെന്ന് അവർക്കറിയില്ല. കാരണം ദൈവമല്ലാതെ ആർക്കും ആരുടെയും പാപങ്ങളെ വഹിക്കാൻ കഴിയില്ല. പാപം ക്ഷമിച്ചതും പാപത്തിനു വേണ്ടി പരിഹാരയാഗമായി തീർന്നവൻ യേശുവാ. ആദത്തിന്റെയും ഹവ്വായിയുടെയും ജീവിതത്തിൽ പാപം കടന്നു വന്നത് രക്തത്തിലൂടെയാണ്. അവർ കഴിച്ച അരുതാത്ത ഫലം ഭക്ഷിച്ചപ്പോഴാണ്, ഭക്ഷിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അത് ഭക്ഷിച്ചപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ പാപം വന്നത്. രക്തത്താലുള്ള പാപം, രക്തത്താൽ തന്നെ അവിടുന്ന്, യേശുവിന്റെ രക്തത്താൽ അവിടുന്ന് പാപങ്ങളെ കഴുകിയാണ് യേശു നമ്മളെ ശുദ്ധീകരിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദുരുപദേശങ്ങളെ രഹസ്യമായി പറയുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു ദൈവമാണ്. നിങ്ങൾ യേശുവിന്റെ നാമം പറഞ്ഞാലുണ്ടല്ലോ, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത് കാണാൻ കഴിയും. യേശു പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്, എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുക, ഞാനും പിതാവും ഒന്നാണ്. എൻ്റെ നാമമാണ് നിങ്ങൾ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കേണ്ടത്. എന്നെയാണ് നിങ്ങൾ മഹത്വപ്പെടുത്തേണ്ടത്. ഞാനും പിതാവ് ഒന്നായിരിക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ടാണ് പറഞ്ഞത്, തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. യേശുവാ വിലയ്ക്ക് വാങ്ങിയത്. നമ്മുടെ ജീവിതത്തിലെ സകലതിനും പരിഹാരമാക്കി നമ്മളെ വേർതിരിച്ചത് യേശുവാ. പ്രിയമുള്ളവരെ, യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ പത്രോസും യോഹന്നാനും ചേർന്ന് ദേവാലയത്തിൽ സുന്ദരം എന്ന കവാടത്തിൽ അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, സ്വർണ്ണോ വെള്ളിയോ ഞങ്ങളുടെ പക്കലില്ല, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നടക്കാൻ. കള്ളപ്രവാചകന്മാർ പറയും, യേശുവിന്റെ നാമം പറഞ്ഞാൽ ഒന്നും നടക്കുകയില്ലെന്ന്. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക്, യേശുവിന്റെ നാമം ഒന്ന് പറഞ്ഞു നോക്ക്, ഒന്ന് വിളിച്ചു നോക്ക്. അവൻ ദൈവമാ, അവൻ ദൈവമാ. കള്ളപ്രവാചകന്മാര് കള്ളത്തരങ്ങളും കള്ള സന്ദേശങ്ങളും പറയുമ്പോൾ യേശു ദൈവമായതുകൊണ്ട്
സത്യം മാത്രം സംസാരിക്കും. സത്യത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് വെളിപ്പെടുത്താൻ കർത്താവ് ഇടയാക്കും. ഈ വചന സന്ദേശത്തെ നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കണം. യേശുവിനെ കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിച്ച് അവന്റെ നാമത്തിൽ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം തന്ന ദൈവത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ പ്രാർത്ഥിക്കാം. കർത്താവ് മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.